കഴിഞ്ഞ ദിവസം കണ്ട വളരെ വലിയൊരു വാർത്തയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയായിരുന്നു. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർത്തിയത്. രൂക്ഷ വിമർശനം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വി ഡി സതീശനെ വിമർശിക്കുകയുണ്ടായത്. പക്ഷേ ഈ വിമർശനങ്ങൾ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത് കോൺഗ്രസിൽ നിന്ന് ആരും സതീശനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിലൊരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ഒരു പാർട്ടി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന വ്യക്തിക്കെതിരെ വലിയ വിമർശനം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ സാധാരണഗതിയിൽ പിന്തുണയായി രംഗത്തെത്താറുള്ളതാണ്. നമ്മളുടെയൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ വി ഡി സതീശന് പിന്തുണയായിട്ട് ആരും രംഗത്ത് വന്നില്ല എന്നതാണ്, കോൺഗ്രസിൽ നിന്ന് ആരും രംഗത്ത് വന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ശക്തിയാർജിക്കുമ്പോൾ സതീശൻ ഒറ്റപ്പെടുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം ഈ വാർത്ത നമ്മുടെ മുൻപിലേക്ക് നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ നമ്മുടെ മുന്നിലേക്ക് ചേരുകയാണ്. ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നോക്കാം എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. നൃപൻ, എന്തൊക്കെയാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയിട്ടും ഉന്നയിച്ചിട്ടും പിന്തുണച്ചാരും രംഗത്ത് വന്നതായി കാണുന്നില്ല. ആരും ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് പരസ്യമായി പറഞ്ഞും കണ്ടില്ല. അതുമാത്രമല്ല, NSSന്റെ പരിപാടിയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം വരുന്നു. സതീശനെ മൈൻഡാക്കുന്നതേയില്ല NSS നേതൃത്വം. അങ്ങനെയുള്ളൊരു സാഹചര്യം നിൽക്കുമ്പോൾ പുതിയ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ കോൺഗ്രസിൽ സതീശൻ ഒറ്റപ്പെടുകയാണോ? പൂർണ്ണമായി നമുക്ക് അങ്ങനെ ഈ ഘട്ടത്തിൽ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതിൻ്റെ തുടക്കം ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം അത് ഏറെക്കുറെ വ്യക്തവുമാണ്. അതിൻ്റെ മനു പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയാനുള്ളത്, ഈ കോൺഗ്രസിൻ്റെ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള എതിർപ്പ് വന്നൊരു ഘട്ടമുണ്ട്. കാരണം KPCC അധ്യക്ഷൻ K സുധാകരനെ മാറ്റി സമ്പൂർണ്ണമായി പാർട്ടി പിടിച്ചെടുക്കാനുള്ള വി ഡി സതീശൻ്റെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു നീക്കമുണ്ടായിരുന്നു. ആ സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ പോയ ഘട്ടത്തിലാണ് സുധാകരന് പിന്തുണയുമായി ആദ്യം സുധാകരൻ തന്നെ പറയുന്നു താൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് തൽക്കാലം ഒഴിയുന്നില്ല, സ്ഥാനത്ത് തുടരും എന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള AK ആൻ്റണി പിന്തുണ ആദ്യം സുധാകരൻ ലഭിക്കുന്നു. തുടർന്നാണ് രമേശ് ചെന്നിത്തല തുടങ്ങി മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള VF സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളുടെയൊക്കെ തന്നെ വലിയ പിന്തുണയാണ് K സുധാകരൻ ലഭിക്കുന്നത്. ഒപ്പം തന്നെ യുവ നേതാക്കളായിട്ടുള്ള ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നു. അത് K സുധാകരനുള്ള പിന്തുണയല്ല, വി ഡി സതീശനെതിരെയുള്ള എതിർപ്പിൻ്റെ ഒരു വൻ ചേരി വിഘടിച്ച് നടന്ന ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലും അല്ലാതെ തന്നെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലും ഉണ്ടായി എന്നതാണ് വസ്തുത. ആ ഘട്ടത്തിൽ വി ഡി സതീശൻ ഏറെക്കുറെ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ, തനിക്ക് നേരെ ഇത്രയും വലിയ എതിർപ്പുണ്ട് എന്ന് കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന വി ഡി സതീശൻ മനസ്സിലാക്കിയ ഒരവസ്ഥയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് NSSൻ്റെ ആസ്ഥാനത്ത് മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായി രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നത്. അത് സാമുദായികമായി സംഘടന എന്ന നിലയിൽ NSS രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നതിൽ അതിശയമില്ല. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി പൂർണ്ണമായി തള്ളിപ്പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും ഈ NSSൻ്റെ തിണ്ണ നിരങ്ങാൻ വി ഡി സതീശൻ വന്നു. അത് കഴിഞ്ഞ ശേഷം പരസ്യമായ യോഗത്തിൽ NSSനെ തള്ളിപ്പറഞ്ഞ നേതാവാണ് വി ഡി സതീശൻ എന്ന നിലപാട് സുകുമാരൻ നായർ പറയുക മാത്രമല്ല, അക്കാര്യത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശത്തിന് ഇതുവരെ വ്യക്തമായ മറുപടി നൽകാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു വലിയ സംഘർഷം ഈ സമുദായ സംഘടനയുമായി വി ഡി സതീശനുണ്ട്. ആ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നത്. അത് വലിയ തിരിച്ചടിയും ക്ഷീണവുമാണ് വി ഡി സതീശനുണ്ടായത്. അതിൻ്റെ തുടർച്ചയായി രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായി അംഗീകരിക്കുക മാത്രമല്ല, വി ഡി സതീശനെ പോലെ എന്തും വിളിച്ചു പറയുന്ന പക്വതയില്ലാത്ത നേതാവല്ല രമേശ് ചെന്നിത്തല. ഭാവിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിലെ പ്രഥമ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന അഭിപ്രായമായി SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വന്നു. മാത്രമല്ല, അക്കാര്യത്തിൽ ഒന്ന് തഴുകി വലിയ തരത്തിൽ പ്രകോപനമില്ലാതെ ആ വിഷയങ്ങളടക്കം പഠിക്കുമെന്ന തരത്തിലേക്ക് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഒരു പടി കൂടി കടന്ന് വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയും വലിയ തരത്തിലുള്ള ആക്രമണവും നടത്തുകയും ചെയ്തു, എതിരെ പറയുകയും ചെയ്തു. എന്നിട്ടും വി ഡി സതീശന് ശക്തമായ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരും വന്നില്ല എന്നതാണ് മനു പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്കുള്ളിൽ
ഒറ്റപ്പെട്ടു എന്ന് മാത്രമല്ല ഈ വി ഡി സതീശൻ ഈ അടുത്ത കാലത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട കോക്കസ്, തുടർന്ന് അദ്ദേഹമാണ് ഈ മുന്നണിയെ ഇനി നയിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പ്രചരണം, ഒപ്പം തന്നെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി വിവിധ തരത്തിലുള്ള ചർച്ചകൾ മധ്യ കേരളത്തിലടക്കം വി ഡി സതീശൻ നേരിട്ട് നടത്തിയിരുന്നു. ചില വാർത്തകളും വി ഡി സതീശൻ്റെ കോക്കസ് പ്രചരിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് NSSും SNDP രംഗത്ത് വരുന്നതും SDPI പിന്തുണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പൂർണ്ണമായി കോൺഗ്രസിൽ വി ഡി സതീശന് ഒറ്റപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് വരുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് വലിയ തരത്തിലുള്ള അലയലുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ KC വേണുഗോപാലിൻ്റെ പ്രസ്താവനയിലടക്കം ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും വി ഡി സതീശനൊപ്പമല്ല എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് സാധാരണഗതിയിൽ KC വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടിയാണല്ലോ രമേശ് ചെന്നിത്തലയെ മാറ്റി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരുന്നത്. പക്ഷേ ആ ബന്ധത്തിൽ എവിടെ വെച്ചാണ് വിള്ളൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് KC പോലും പിന്തുണയ്ക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നത് സതീശനെ? തീർച്ചയായും തുടക്കത്തിൽ അന്നുണ്ടായിരുന്ന സാഹചര്യം അനുസരിച്ചാണ് രമേശ് ചെന്നിത്തല മാറ്റപ്പെടുന്നത്. അതിനുശേഷം വി ഡി സതീശൻ വരുന്നു. വി ഡി സതീശൻ വരുന്ന പദവിയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പുകൾക്കതീതമായി ഒരു സംവിധാനത്തിലേക്ക് മറ്റ് ചില പരിഗണന അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നേരായ നിലയ്ക്ക് കൊണ്ടുപോകും. മറ്റ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സ്ഥാനമാനങ്ങൾ വിഹിതം വയ്ക്കില്ല എന്ന സമീപനം വി ഡി സതീശൻ തുടക്കത്തിൽ സ്വീകരിക്കുന്നു. അങ്ങനെ വി ഡി സതീശൻ പുതുതായി ഒരു ശ്രേണി, ഒരു ശൃംഖല ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ KC വേണുഗോപാലിന് എതിർപ്പില്ലായിരുന്നു. പക്ഷേ വി ഡി സതീശൻ്റെ ഏകപക്ഷീയമായ പോക്ക് വലിയ തരത്തിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇനി KC വേണുഗോപാലിനൊന്നും അങ്ങനെ പരസ്യമായി വി ഡി സതീശനെ കൂടുതൽ പിന്തുണച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എല്ലാവരെയും കൂട്ടിയോജിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രാവീണ്യമോ കരുത്തോ വി ഡി സതീശൻ കാട്ടുന്നില്ല എന്നതാണ്. ഈ എതിരഭിപ്രായം പറയുന്നവരെ ടാർഗറ്റ് ചെയ്യുകയും അവരെ നശിപ്പിക്കുന്നതിനുള്ള സമീപനത്തിൻ്റെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി വി ഡി സതീശൻ കാണുന്നു എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ മുന്നിലുള്ള അഭിപ്രായം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സരിൻ പാർട്ടി കോൺഗ്രസ് വിട്ടു പോകുന്നത്. സരിന് പാർട്ടി വിട്ടു പോകുന്നതിന് അദ്ദേഹം സീറ്റ് നൽകിയില്ല എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. സീറ്റിൻ്റെ അദ്ദേഹം അർഹനാണ് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ വി ഡി സതീശൻ്റെ അടുത്ത് പോകുമ്പോൾ വളരെ മോശം പെരുമാറ്റം വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ഒരു നേതാവിൻ്റെ മാത്രം അനുഭവമല്ല, അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മുന്നണിയുടെ കൺവീനറായിട്ടുള്ള ചെയർമാനായിട്ടുള്ള വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പക്വതയുള്ളൊരു സമീപനം ഉണ്ടാകുന്നില്ല എന്ന ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് സമുദായ നേതാക്കളോടുകൂടി ഈ ഒരു എതിർപ്പ് വന്ന സാഹചര്യത്തിൽ KC വേണുഗോപാലിനെ പോലൊരാൾ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോഴും പാർലമെൻറ്റിലെത്തിയ ഒരാളാണ്. അദ്ദേഹം വരുംകാലത്തും കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനി ഒരു സാഹചര്യം വന്നാൽ ഏത് സമയവും കേരളത്തിലേക്ക് പറന്നിറങ്ങാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സമുദായ നേതാക്കൾ എതിർക്കുന്നൊരു നേതാവിനെ പരസ്യമായി പിന്തുണച്ച് ആ സമുദായങ്ങളുടെ എതിർപ്പ് കൂടി ക്ഷണിച്ചു വരുത്താൻ KC വേണുഗോപാൽ ബുദ്ധിപൂർവ്വം തയ്യാറാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ പരസ്യമായി പിന്തുണയ്ക്കാനോ വി ഡി സതീശനെ പിന്തുണയ്ക്കാനോ ഇക്കാര്യത്തിൽ വി ഡി സതീശനെ അറ്റാക്ക് ചെയ്ത SNDP ജനറൽ സെക്രട്ടറിയെ പരസ്യമായി തള്ളിപ്പറയാനോ കോൺഗ്രസിലെ നേതാക്കൾ രംഗത്ത് വരാത്തതിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. മനു, പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർഭൻ, നമുക്ക് എന്തായാലും വരും സമയങ്ങളിൽ അതിൻ്റെ കൂടുതൽ പരിശോധനകളിലേക്കും വിശദാംശങ്ങളിലേക്കും ഒക്കെ പോകാം. ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പിന്തുണയുമായി കോൺഗ്രസിൽ നിന്ന് ആരും രംഗത്ത് വരുന്നില്ല എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കോൺഗ്രസിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ, പുതിയ ചേരികൾ രൂപപ്പെട്ടു വരുമ്പോൾ സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്നതിൻ്റെ തുടക്കമാണ് ഇപ്പോഴത്തെ നീക്കം എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. നിർഭനാണ് തിരുവനന്തപുരത്ത് നമുക്ക് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിൽ എന്താണ് അതിൻ്റെ തുടർച്ചയിൽ സംഭവിക്കാൻ പോകുന്നത്? സതീശൻ ക്യാമ്പ് എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക? ഏതായാലും കാത്തിരിക്കാം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്.